പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു സന്തോഷം നിറഞ്ഞ ദിവസം കൂടി ദൈവം നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരം അതിരൂപതയ്ക്ക് പ്രത്യേകിച്ച് നൽകിയിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട 9 സഹോദരങ്ങളെ വൈദികരായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ അതിരൂപത അധ്യക്ഷൻ അവരെ അതിരൂപതയുടെ വൈദികരായി അംഗീകരിച്ചിരിക്കുന്നു. ഈ വേളയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഈ സഹോദരങ്ങൾക്ക് അനുമോദനങ്ങൾ നേരുന്നു. പ്രാർത്ഥന ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. യേശുവിൻ്റെ ഉയർപ്പ് ചിന്തകൾ അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നാളുകളിലാണല്ലോ നാം ഇപ്പോൾ. ലൂക്കാ സുവിശേഷകൻ 24-ാം അധ്യായത്തിൽ ഉത്ഥാന വിവരണങ്ങളാണ് നൽകുന്നത്. ഈ അധ്യായം പ്രധാനമായും 4 സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന്, യേശുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യമെന്നോണം ചില സ്ത്രീകളും തുടർന്ന് ശിഷ്യപ്രമുഖനായ പത്രോസും യേശുവിനെ അടക്കം ചെയ്ത കല്ലറ ശൂന്യമാണെന്ന് കണ്ടെത്തുന്നതാണ്. 2, എല്ലാ പ്രതീക്ഷയുമായിരുന്ന യേശു മരണപ്പെട്ടതോടെ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത 2 ശിഷ്യർക്ക് പ്രതീക്ഷയുടെ പ്രതീകമായ ഉത്ഥിതനായവൻ പ്രത്യക്ഷപ്പെടുന്നതാണ്. 3, എമ്മാവൂസിൽ നിന്ന് മടങ്ങുന്ന 2 ശിഷ്യർ അവരുടെ അനുഭവങ്ങൾ ജെറുസലേമിലായിരുന്ന 11 ശിഷ്യരോട് വിവരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. 4, ശിഷ്യരെ ധൈര്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതാണ്. ഇന്ന് നാം ശ്രവിച്ചത് 3-ാമത്തെ ഭാഗമാണ്. എമ്മാവൂസിൽ നിന്ന് മടങ്ങുന്ന 2 ശിഷ്യർ അവരുടെ അനുഭവങ്ങൾ ജെറുസലേമിലായിരുന്ന 11 ശിഷ്യരോട് വിവരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ ശിഷ്യരിൽ അമ്പരപ്പും ഭയവും ഉളവാക്കിയപ്പോൾ അവിടുന്ന് ശിഷ്യരെ തിരുവചനത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ ശക്തിപ്പെടുത്തുന്നു. യേശു അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വീണ്ടും നാം വായിക്കുന്നു, ഭോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഇവിടെ നാം ചോദിക്കേണ്ട ചോദ്യം ഇപ്രകാരമാണെന്ന് എനിക്ക് തോന്നുന്നു. ജെറുസലേമിലായിരുന്ന ശിഷ്യർക്കും എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത 2 ശിഷ്യർക്കും എന്തുകൊണ്ടാണ് പരസ്യകാലത്ത് യേശു നൽകിയ പ്രബോധനങ്ങൾ ശരിയായി ഗ്രഹിക്കാൻ കഴിയാതെ പോയത്? ഒരു കാര്യം സുവ്യക്തമാണ്, അവർക്ക് യേശുവിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. യാത്രാവേളയിൽ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു അവരോട് ചോദിക്കുമ്പോൾ അവർ യേശുവിനെ സംബന്ധിക്കുന്നതെല്ലാം പറയുന്നുണ്ട്. അവരുടെ വാക്കുകൾ ഓരോന്നായി വിശകലനം ചെയ്താൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഒന്ന്, അവർ പറയുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത് നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ, അതായത്
യേശു നസ്രത്തിൽ നിന്നുള്ളവനാണെന്ന് അവർക്കറിയാം. 2, അവൻ ശക്തനായ പ്രവാചകനായിരുന്നു, അതും അവർക്ക് അറിയാം. 3, അവൻ ക്രൂശിക്കപ്പെട്ടു, അവർക്ക് കൃത്യമായിട്ടറിയാം. 4, അവൻ ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവനാണ് എന്നും അവർക്കറിയാം. 5, അവൻ ജീവിക്കുന്നവനാണ് എന്ന് അവർ പറയുന്നു. സ്നേഹമുള്ളവരെ, ഇവയെല്ലാം വ്യക്തമാക്കുന്നത് ശിഷ്യർക്ക് യേശുവിനെക്കുറിച്ചുള്ള അറിവ്, നോളജ് ഉണ്ടായിരുന്നു. എന്നാൽ യേശു അവരെ ഭോഷന്മാരെന്ന് വിളിച്ചു. അതിന് കാരണം യേശുവിനെക്കുറിച്ച് ശിഷ്യർക്ക് അറിവ് ഉണ്ടായിരുന്നെങ്കിലും അവിടുന്ന് യഥാർത്ഥ ജ്ഞാനമാണെന്ന്, ദൈവപുത്രനാണെന്ന് അവർ ഉൾക്കൊണ്ടില്ല, തിരിച്ചറിയുന്നില്ല എന്നതാണ്. ക്രിസ്തുവിജ്ഞാനീയം അറിവിൻ്റെ തലത്തിൽ മാത്രം നിൽക്കേണ്ട ഒന്നല്ല. യേശുവാണ് യഥാർത്ഥ ജ്ഞാനമെന്ന്, ദൈവമെന്ന് അനുഭവിക്കാൻ ക്രിസ്തു ശിഷ്യർക്ക് കഴിയേണ്ടതുണ്ട്. പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത എന്നത് യഥാർത്ഥ ജ്ഞാനമാകുന്ന യേശുവാണ്. ഈ സത്യം ഉൾക്കൊണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറയുന്നു: ദ പ്രീസ്റ്റ്ഹുഡ് ഈസ് ദ ലവ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസ്. യേശുവിനോടുള്ള ഹൃദയ സ്നേഹമാണ് പൗരോഹിത്യം. ഈ ഹൃദയ സ്നേഹത്തിൽ നിന്നാണ് പൗരോഹിത്യ ശുശ്രൂഷ ഒരു പുരോഹിതൻ നിർവഹിക്കേണ്ടത്. ഒന്നാമത്തെ വായനയിൽ സൗഖ്യം പ്രാപിച്ച മുടന്തൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമൻ്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി എന്ന് നാം കേൾക്കുന്നു. പത്രോസിലും യോഹന്നാനിലും യേശുവിൻ്റെ ഹൃദയ സ്നേഹം അനുഭവിച്ചതുകൊണ്ടാവാം ആ മുടന്തൻ അവരെ വിട്ടുമാറാതെ നിന്നത്. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വിചിന്തനത്തിന് അദ്ദേഹം ആധാരമാക്കുന്നത് മത്തായിയുടെ 6-ാം അധ്യായം 21-ാം വാക്യമാണ്. ഇപ്രകാരമാണ് നാം അവിടെ വായിക്കുന്നത്: എവിടെയാണോ നിന്റെ നിക്ഷേപം, അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. For where your treasure is, there will your heart also. പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനവും ലക്ഷ്യവും മാർഗവും ഈ തിരുവചനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പുരോഹിതൻ്റെ ഹൃദയം എത്ര കണ്ട് യേശുവിലേക്ക് ചേർന്നിരിക്കുന്നുവോ അത്ര കണ്ട് ഫലദായകമാകും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയും. അപ്പോഴാണ് ആടുകളെ അറിയുന്ന ഇടയന്മാരെക്കാളുപരി ആടുകളുടെ ഗന്ധമുള്ള പുരോഹിതരായിത്തീരാൻ അവർക്ക് കഴിയുന്നത് എന്ന് പാപ്പ വ്യക്തമാക്കുകയാണ്. യേശുവിനെക്കുറിച്ചുള്ള ബൗദ്ധികമായ അറിവിൽ നിന്നും യേശുവുമായുള്ള വ്യക്തിപരമായ സമാഗമം, കണ്ടുമുട്ടൽ, പേഴ്സണൽ എൻകൗണ്ടർ, അതിനു മാത്രമേ നമ്മെ യേശുവിനെ അനുഭവിക്കുന്ന തലത്തിലേക്ക്, യേശുവിൻ്റെ ഹൃദയ സ്നേഹമാണ് പൗരോഹിത്യമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. അതിന് സഹായിക്കുന്നവയാണ് നമ്മുടെ അനുദിന ദിവ്യബലി അർപ്പണവും യാമ പ്രാർത്ഥനകളും ധ്യാനവും വചന പാരായണവും യേശുവിൻ്റെ തന്നെ ജീവിതത്തെ ധ്യാനിക്കുന്ന ജപമാല പ്രാർത്ഥനയുമൊക്കെ. നമ്മൾ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം കേൾക്കുന്നു: നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. യേശുവിനോടുള്ള ഹൃദയ ഐക്യത്തിൽ ജീവിച്ച് അവിടുത്തെ ഉയർപ്പിന് സാക്ഷ്യം വഹിക്കാനാണ് ക്രിസ്തു ശിഷ്യർ വിളിക്കപ്പെടുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൗത്യം നൽകിക്കൊണ്ടാണ് അപ്രത്യക്ഷനാകുന്നത്. നമുക്ക് 4 സുവിശേഷ ഭാഗങ്ങളും കൃത്യമായിട്ട് അറിയാം. യേശു നൽകുന്ന ദൗത്യങ്ങളുടെ സ്വഭാവത്തിൻ്റെ വൈവിധ്യത വായനക്കാർക്ക് കാണാൻ കഴിയും. ലൂക്കാ സുവിശേഷത്തിൽ യേശു നൽകുന്ന ദൗത്യം
യേശുവിൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും സാക്ഷികളാവുക എന്നതാണ്. ഒന്നാം വായനയിൽ പത്രോസ് പറയുന്നതും ഇത് തന്നെയാണ്. യേശുവിൻ്റെ മരണത്തിനും ഉയർപ്പിനും ഞങ്ങൾ സാക്ഷികളാണ്. മത്തായി സുവിശേഷത്തിൽ യേശു നൽകുന്ന ദൗത്യം എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക എന്നതാണ്. മാർക്കോസിൽ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, മേൽപ്പറഞ്ഞ വ്യത്യസ്തമായ ദൗത്യങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവരാജ്യ നിർമ്മാണ പ്രക്രിയ തുടർന്നു പോകുവാൻ നാം നിർവഹിക്കേണ്ട പങ്കിനെ കുറിച്ചാണ്. ഈ ദൗത്യ നിർവഹണത്തിൽ നിരവധിയായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് നമുക്ക് സ്വാഭാവികമാണ്. പൗരോഹിത്യം എല്ലാ കാലത്തും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മപ്പെടുന്ന പോകുന്നത് പുരോഹിതനാകാൻ ആഗ്രഹിച്ച ഒരു പട്ടാളക്കാരൻ്റെ കാര്യത്തിലേക്കാണ്. നിർബന്ധിത സൈനിക സേവനത്തിന് വിധിക്കപ്പെട്ട 1944 ജർമ്മനിയിൽ നൂറുകണക്കിന് യുവാക്കളിൽ ഒരുവൻ്റെ പേര് ജോസഫ് റാറ്റ്സിംഗർ എന്നായിരുന്നു. ഭാവിയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പട്ടാള ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ഒരു കത്തോലിക്ക വൈദികനാകണം. റാറ്റ്സിംഗർ മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും തൊഴിൽ അന്വേഷിക്കണം. പുതിയ ജർമ്മനിയിൽ പുരോഹിതന്മാരെ ആവശ്യമില്ല. അതായിരുന്നു പട്ടാള ഉദ്യോഗസ്ഥൻ്റെ മറുപടി. ജോസഫ് റാറ്റ്സിംഗർക്ക് അറിയാമായിരുന്നു പുരോഹിതരുടെ പ്രസക്തി ഇപ്പോഴെന്നതിനേക്കാൾ അടുത്ത ജർമ്മനിക്ക് കൂടുതൽ ആവശ്യമാണെന്ന്. അതുകൊണ്ട് തന്നെ വൈദികനാകണമെന്ന ആ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹത്തിന് തെല്ലും മങ്ങലേറ്റില്ല. ആഗ്രഹിച്ചതുപോലെ ആ ചെറുപ്പക്കാരൻ വൈദികനായി, പിന്നീട് മെത്രാനായി, ഏറ്റവും ഒടുവിൽ മാർപ്പാപ്പയും. അതെ, ബെനഡിക്റ്റ് 16 പാപ്പ. പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വൈദികരെ, ഇന്നിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടിൽ സാഹചര്യത്തിൽ കുടുംബങ്ങളെയും യുവതീ യുവാക്കളെയും അനുധാവനം ചെയ്തുകൊണ്ട് സഭയിൽ പങ്കാളിത്തം, പ്രേഷിതത്വം, കൂട്ടായ്മ പരിപോഷിപ്പിച്ചുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, ഭവനരഹിതരുടെ, തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് അമ്മയായ ഭൂമിയെ സംരക്ഷിക്കുവാൻ പരിസ്ഥിതി സൗഹൃദ ജീവിത ശൈലി അവലംബിച്ചുകൊണ്ട് ലഹരി, മദ്യം എന്നിവയുടെ ഉപയോഗത്തിനെതിരെ നിലപാടെടുത്തുകൊണ്ട് ദൈവരാജ്യ മൂല്യങ്ങളായ സമത്വം, നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം പ്രഘോഷിച്ചുകൊണ്ട് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളോട് ചേർന്ന്, ഇതര മതവിഭാഗങ്ങളോട് ചേർന്ന് സഭാ ഐക്യവും മതസൗഹാർദ്ദവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മതിലുകൾ തകർത്ത് പാലം പണിയുന്ന സമാധാന വാഹകരായി ഭയപ്പാടിലും ആശങ്കയിലും കഴിയുന്നവർക്ക് ഉത്ഥിതൻ്റെ പ്രതീക്ഷ, പ്രത്യാശ പകർന്നുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ നിരന്തരം ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖമായി തീർന്ന് യേശുവിന് സാക്ഷികളായി ശോഭിക്കാൻ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് പൗരോഹിത്യം സ്വീകരിക്കുന്ന നമ്മുടെ ഈ സഹോദരർക്ക് കഴിയട്ടെ എന്ന് ഈ തിരുച്ചടങ്ങുകളിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.